ഹായ് ഓൾ, സർട്ടിഫൈഡ് കെയർ ഇൻ എൽഡർലിയിലെ 6th ചാപ്റ്ററായ കെയർ ഓഫ് ബെറ്റർഡൻ എൽഡർലിയാണ് ഇന്നെടുക്കാൻ പോകുന്നത്. കെയർ ഓഫ് ബെറ്റർഡൻ എന്ന് പറയുന്ന സമയത്ത് ഒരു രോഗി എന്താണ് കിടപ്പ് രോഗിയായിട്ട് മാറുക. അങ്ങനെ കിടപ്പ് രോഗിയായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുക, അതോടൊപ്പം തന്നെ അവരുടെ കാഴ്ച മങ്ങുക, അതുപോലെ തന്നെ കേൾവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓസ്റ്റിയോപോറോസിസ്, അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, പാർക്കിൻസൺസ് ഡിസീസ്, അൾഷിമേഴ്സ് പോലുള്ള രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് രോഗികൾ കിടപ്പിലായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അസസ്മെൻറ്റ് ഓഫ് ദി എൽഡർലി. അസസ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അവരുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ അസസ്മെൻറ്റിൽ കളക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ എക്സാമിനേഷൻ, അവരുടെ ശാരീരിക പരിശോധന. നമ്മൾ വ്യക്തമായിട്ട് പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യുക, അതോടൊപ്പം തന്നെ പേഷ്യൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുക. പേഷ്യൻറ്റ് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വൈറ്റൽ സയൻസ്, പൾസ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുക. പിന്നെ അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകളോ അത് ഉണങ്ങാതിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ യൂറിനിലെ ഷുഗർ, ആൽബുമിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിടപ്പ് രോഗികളെ എങ്ങനെയാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഒരു രോഗി കിടപ്പിലായി കഴിയുന്ന സമയത്ത് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും അവരെന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഒരു കെയർ ഗീവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു രോഗിയുടെ ഫിസിക്കൽ കണ്ടീഷൻസാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. അതായത് അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ. ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ശരീര സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മെൻ്റൽ ഹെൽത്ത്, മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, വീട്ടിലെന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ, അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പേഷ്യൻസിൻ്റെ യൂറിനിലെ ഷുഗർ, ആൽബുമിനൊക്കെ നമ്മൾ പരിശോധിക്കുക. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ദി പേഷ്യൻറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു രോഗിയെ പരിശോധിക്കേണ്ടത്? ഇപ്പോൾ കിടപ്പ് രോഗികളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് ഫിസിക്കലി, അതുപോലെ തന്നെ മെൻ്റലി അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ, അതേപോലെ തന്നെ അവരിലുണ്ടാകുന്ന മറ്റ് രോഗാവസ്ഥകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പേഷ്യൻസിനെ ഒബ്സർവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യാം. അവരുടെ പ്രഷർ, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ പൾസ് റേറ്റ് കാര്യങ്ങൾ, റെസ്പിറേഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ അവരുടെ യൂറിനിലുള്ള ഷുഗർ, ആൽബുമിനൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ള എന്തെങ്കിലും ബോഡി പാർട്സിൽ ഉണ്ടാകുന്ന എഡിമ, നീര് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തതാണ് ഗോൾ ഓഫ് കെയർ. നമ്മളൊരു രോഗിക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അവരുടെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നുള്ള കോൺഫിഡൻസ് കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കെയർ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഒരു കാരണവശാലും നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ട് അവരെ മെൻ്റലി നമ്മൾ ചെയ്യാൻ പാടില്ല, തളർത്താനായിട്ട് പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഏരിയാസ് ഓഫ് കെയർ, നമ്മൾ എന്തൊക്കെ കെയറാണ് പേഷ്യൻസിന് നൽകേണ്ടത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ കെയർ. ഫിസിക്കൽ കെയർ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഹൈജീന്, മൗത്ത് കെയർ, അവരുടെ കെയർ ഓഫ് ഹെയർ, കെയർ ഓഫ് സ്കിന്ന് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് പേഷ്യൻസിനെ കിടപ്പ് രോഗികളാകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവർ കിടക്കുന്ന പൊസിഷൻസ് നമ്മൾ മാറ്റിക്കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബെഡ് സോർ ഉണ്ടാവുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസ് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് ആണ് ന്യൂട്രീഷൻ. അതായത് നമുക്കറിയാം വാർദ്ധക്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടേസ്റ്റ് ബഡൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെയാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കിടപ്പ് രോഗികളാണെങ്കിൽ കൂടി അവരുടെ ജോയിൻസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോംപ്ലിക്കേഷൻ ഓഫ് പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റ്. നമ്മൾ കിടപ്പ് രോഗികളാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തേയ്മാനം ഉണ്ടാകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ നമ്മുടെ ബോൺസിൽ ഉണ്ടാകുന്ന
കാൽസ്യത്തിൻ്റെ അളവ് നഷ്ടപ്പെടുന്ന കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് അതുപോലെ തന്നെ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ബെഡ് സോർ. ബെഡ് സോർ എന്ന് പറയുന്ന സമയത്ത് ബോണി ഏരിയാസ്, എല്ലുകൾ കൂടുതലായിട്ടുള്ള ഏരിയാസിൽ എന്താണ് സ്കിന്ന് പൊട്ടുന്നൊരു കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ബെഡ് സോർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നതിൽ കൂടി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് ചെസ്റ്റ് കോംപ്ലിക്കേഷൻ. നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എന്താണ് കിടപ്പ് രോഗികളായിട്ട് മാറുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. നമുക്കെന്താണ് സെക്രീഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, നമുക്കെന്താണ് വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എന്താണ് നമുക്ക് കിടപ്പ് രോഗികളായിട്ട് മാറുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, നമ്മൾ ഭക്ഷണമൊക്കെ എന്താണ് ഒരു ഏജ് കഴിയുന്ന സമയത്ത് കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്കെന്താണ് ന്യൂട്രീഷൻ്റെ അളവ് കുറയുന്നതായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാനിങ്ങിൽ കൂടി നമുക്കെന്താണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ആണ്, ചില ആൾക്കാർ എന്താണ് ഷുഗറൊക്കെ കൂടിയിട്ട് അവരുടെ കാല് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള രോഗാവസ്ഥകളൊക്കെ എന്താണ് അവരിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.